ക്യുസാറ്റ് സിൻഡിക്കേറ്റ് യോഗം ഇന്ന് ചേരും. വിദ്യാർത്ഥികളുടെ മരണത്തിനിടയാക്കിയ ദുരന്തത്തിൽ ഉപസമിതി സമർപ്പിച്ച റിപ്പോർട്ട് സിൻഡിക്കേറ്റ് ചർച്ച ചെയ്യും. ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട്. ഡാനി, കോടതിയുടെ ചില ഇടപെടലുകൾ ഉണ്ടായിരുന്നു. വിദ്യാർത്ഥികളെ കുറ്റപ്പെടുത്തരുത് ഈ സംഭവ വികാസത്തിൽ. ഉത്തരവാദിത്തത്തിൽ നിന്ന് സർവകലാശാലയ്ക്ക് അല്ലെങ്കിൽ ക്യുസാറ്റിന് ഒഴിഞ്ഞുമാറാനാകില്ല. ഇന്ന് എന്തു പ്രതീക്ഷിക്കണം ഈ യോഗത്തിന്റെ ഭാഗമായി? രഞ്ജിത്ത, ഉപസമിതി ഇന്നലെയാണ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. സിൻഡിക്കേറ്റ് നിയോഗിച്ച ഉപസമിതിയാണ്, 3-അംഗ ഉപസമിതി ഇന്നലെ റിപ്പോർട്ട് സമർപ്പിച്ചു. അത് സംബന്ധിച്ച ഒരു ചർച്ചകളിലേക്ക് സിൻഡിക്കേറ്റ് ഇതുവരെയും കടന്നിട്ടില്ല. അല്ലെങ്കിൽ റിപ്പോർട്ട് എന്താണ്, അതിൻ്റെ ഒരു ഉള്ളടക്കം എന്താണ് എന്നത് സംബന്ധിച്ചൊരു കാര്യത്തിലേക്ക് കടന്നിട്ടില്ല. എന്തായാലും ഈ റിപ്പോർട്ട് തീർച്ചയായും തന്നെയും അത് ശ്രദ്ധിക്കപ്പെടും. പ്രത്യേകിച്ച് കോടതി ഇത് സംബന്ധിച്ച് ചില പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ അത് KSU നൽകിയ ഹർജിയെ തുടർന്നുള്ള കേസ് പരിഗണിക്കുമ്പോൾ കോടതി നടത്തിയതാണ്. ഇതിൽ വിദ്യാർത്ഥികളെ മാത്രം, ഈ സംഘാടകരെ മാത്രം ഇതിൽ കുറ്റപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാനുള്ള ബോധപൂർവമായ ചില ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അത് അനുവദിക്കാൻ പാടില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു KSU ഹൈക്കോടതിയെ സമീപിച്ചത്. ഇത് കോടതി കണക്കിലെടുക്കുകയും ചെയ്തു. കാരണം ഇതിൻ്റെ കൃത്യമായ രീതിയിൽ തന്നെ കാര്യങ്ങൾ നോക്കിക്കാണണം. കുട്ടികളെ മാത്രം കുറ്റപ്പെടുത്തുന്നത് ശരിയാകില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെയാണ് പ്രിൻസിപ്പൽ നൽകിയ കത്ത്, രജിസ്ട്രാർക്ക് നൽകിയ കത്ത് കൃത്യമായിട്ട് തന്നെ പോലീസ് സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്താനായിട്ട് അത് ചുമതലപ്പെട്ടില്ല എന്ന കാര്യങ്ങളും ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. പ്രിൻസിപ്പൽ നൽകിയ കത്തിൽ കൃത്യമായി തന്നെയും ഈ പുറമേ നിന്നുള്ളൊരു സംഗീത നിശയാണ് ഉള്ളത്. ആളുകൾ കൂടാൻ വഴിയുണ്ട്, സെക്യൂരിറ്റി സംവിധാനങ്ങൾ, സുരക്ഷാ സംവിധാനങ്ങൾ, ഇതെല്ലാം ഉറപ്പുവരുത്തണമെന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ ആ കത്തിൽ പറഞ്ഞിരുന്നു. ഈ കത്താണ് രജിസ്ട്രാർക്ക് നൽകുകയും, പക്ഷേ അത് സംബന്ധിച്ച് ഔദ്യോഗികമായ ഒരു അറിയിപ്പോ കാര്യങ്ങളോ ഒന്നും തന്നെയും പോലീസിന് ലഭിച്ചിരുന്നുമില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ നിലനിൽക്കുന്നുണ്ട്. ഈ വിഷയങ്ങൾ എങ്ങനെയാണ് ഉപസമിതി നോക്കിക്കണ്ടത് എന്നതാണ് അറിയേണ്ടത്. എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ പ്രിൻസിപ്പൽ നിലവിൽ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ടുണ്ട്. പക്ഷേ അത്തരമൊരു നീക്കത്തിനെതിരെ സർവകലാശാലയ്ക്കകത്തും വളരെ പ്രതിഷേധമുണ്ട്. ഒരാളെ മാത്രം പ്രതികൂട്ടിലാക്കുന്നു. മാത്രവുമല്ല, അദ്ദേഹം വളരെ കൃത്യമായി രജിസ്ട്രാർക്ക് കത്ത് നൽകിയ ഒരാളുമാണ്. എന്തുകൊണ്ട് രജിസ്ട്രാറെ അടക്കം സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്നൊരു വലിയ ചോദ്യവും അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഉപസമിതി എന്ത് കണ്ടെത്തലാണ് ഇതിൽ നടത്തിയിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ഇന്ന് സിൻഡിക്കേറ്റ് ചേരുമ്പോഴാണ് ഈ റിപ്പോർട്ട് ചർച്ചയിലേക്ക് വരിക. രഞ്ജിത്ത, സിൻഡിക്കേറ്റ് യോഗത്തിൽ ഈ വിഷയം ചർച്ചയ്ക്ക് വരും. റിപ്പോർട്ട് സിൻഡിക്കേറ്റ് ചർച്ച ചെയ്യുമെന്നുള്ളതാണ്. ക്യുസാറ്റ് ദുരന്തം കേരളത്തിൽ ഞെട്ടിച്ച സംഭവമായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട മറ്റു നടപടികളിലേക്കും സർവകലാശാല കടന്നേക്കാം.